വിദ്യാരംഭ ചടങ്ങുകൾ തുടരുകയാണ്. MG പ്രതീഷിലേക്ക് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നാണ് MG പ്രതീഷ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കേരള പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് പൂജപ്പുര സരസ്വതി ക്ഷേത്രം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളും സരസ്വതി ക്ഷേത്രത്തിലേത് ഏറെ പ്രസിദ്ധമാണ്. രാവിലെ 5 മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. സരസ്വതി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഈ സരസ്വതി മണ്ഡപത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. 5 മണി മുതൽ തന്നെ വലിയ തിരക്കാണ് ഈ സരസ്വതി ക്ഷേത്രത്തിലും സരസ്വതി മണ്ഡപത്തിലും അനുഭവപ്പെടുന്നത്. നേരത്തെ ബുക്ക് ചെയ്തവരും ഈ സ്പോട്ടിൽ എത്തി ബുക്ക് ചെയ്ത ആദ്യാക്ഷരം കുറിക്കുന്നവരും ഉണ്ട്. നിരവധി കുരുന്നുകളുമായി ആളുകൾ എത്തുന്നുണ്ട്. അതിന്റെ ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഏകദേശം 50ഓളം ഗുരുക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ ഈ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ നടക്കുന്നത്. വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ വലിയ കരച്ചിലുകൾ, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ കരച്ചിലുകളൊന്നും തന്നെ കേൾക്കാനില്ല. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുകയാണ്. അവരെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ആ ദിവസത്തിലേക്ക് അവർ ചുവട് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ആദ്യ അക്ഷരം കുറിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷമൊക്കെ തന്നെ അവർക്കും ഒപ്പം തന്നെ അവരുടെ കുടുംബ അംഗങ്ങൾക്കുമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഈ ആദ്യാക്ഷരം കുറിക്കാൻ ഇവർ എത്തിയിട്ടുള്ളത്. മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ ഉണ്ട്. ഈ വലിയ സന്തോഷത്തിലാണ് കുരുന്നുകളൊക്കെ തന്നെ. പ്രമുഖ വ്യക്തികളൊക്കെ തന്നെയാണ് ആദ്യാക്ഷരം കുറിക്കാൻ ഇവിടെ എത്തുന്നത്. ഈ ബിജു പ്രഭാകർ IAS ഇപ്പോൾ ഉണ്ട്. ഈ വലിയ കരച്ചിലൊക്കെ ഉണ്ടോ കുട്ടികൾ? ഇല്ല, ആദ്യമായിട്ട് വരുന്നതല്ലേ, ഇത്രയും ആൾക്കാരും ഈ പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്ക് അവർ തീർച്ചയായിട്ടും അവർ കരയുമെങ്കിലും പിന്നെ എല്ലാവരും നന്നായിട്ടൊക്കെ എഴുതുന്നുണ്ട്. ചിലർ കരയുന്നില്ല. അതിൽ വലിയൊരു പുണ്യപ്രവൃത്തിയല്ലേ ഇത്രയും കുട്ടികൾക്ക്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മളെല്ലാവരും ആകേണ്ടത്. കുറിക്കുന്ന ദിവസം ഏറ്റവും പരിപാവനമായ ഒരു ദിവസമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മുടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. 100 കണക്കിന് കുട്ടികളാണ് രാവിലെ മുതൽ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് അവരുടെ വിദ്യാരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ വലിയ സമ്പത്തായി നല്ല വിദ്യാഭ്യാസ വ്യക്തിത്വങ്ങളായി വളർന്നു വരിക എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും സംസ്കാര സമ്പന്നമായ തലമുറയും വിദ്യാസമ്പന്നമായ ഒരു തലമുറയുമാണ് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന്റെ സമ്പത്ത്, സ്വത്ത്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക, അതിന് ആരംഭം കുറിക്കുന്ന വിദ്യാരംഭം ഈ സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എല്ലാ സന്തോഷവുമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഈ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള ഗുരുക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ ഇപ്പോൾ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇതിനോടകം തന്നെ 100 കണക്കിന് കുട്ടികളാണ് ഈ സരസ്വതി മണ്ഡപത്തിലെത്തി ആദ്യാക്ഷരം കുറിച്ച് മടങ്ങിയത്. ഈ ഏകദേശം ഒരു 9-10 മണി വരെ വിദ്യാരംഭ ചടങ്ങുകൾ സരസ്വതി മണ്ഡപത്തിൽ നടക്കും. 500ഓളം ആളുകൾ ഇതിനോടകം തന്നെ ഈ ബുക്ക് ചെയ്തിട്ടുമുണ്ട്. MG പ്രതീഷാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.